കോപ്പ ഡെൽ റേ റൗണ്ട് ഓഫ് 32ൻ്റെ ഡ്രോ പുറത്ത് വന്നിട്ടുണ്ട്. ആ ഒരു ഡ്രോയിൽ ബാസ് ഏറ്റുകൂട്ടാൻ വേണ്ടി പോകുന്നത് UD ബർബാസ്ട്രോ എന്ന് പറയുന്ന ഒരു ക്ലബിന് അഗെയിൻസ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഈ ഒരു ടീമിനെതിരെ നമ്മൾ ഏറ്റുകൂട്ടി. ഇപ്പോൾ ആ ഒരു മാച്ചിൽ ബാസ 3-2 വിൻ ചെയ്തത്. അതായത് കഷ്ടിച്ചാണ് ആ ഒരു വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിൽ ബാസ് അത്ര നല്ല ഫോമിലും അല്ലായിരുന്നു. എന്തായാലും ഈ ഒരു സീസണിൽ ബാസ് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച് മുന്നോട്ട് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായിരിക്കും റിയാലിറ്റി എന്നത് ആ ഒരു മാച്ചിൽ നമുക്ക് കണ്ടുതന്നെ അറിയാം. എന്തായാലും ഈ ഒരു ടീമിനെതിരെ ഏറ്റുമുട്ടുമ്പോൾ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ പിച്ചാണ്. അത്ര ക്വാളിറ്റി ഉള്ളൊരു പിച്ചൊന്നും ആയിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ സീസണിലെ മാച്ച് എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ ആ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്താൽ കൂടി തന്നെയും ബാസ് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതായത് 3-2 വിജയമായിരിക്കില്ല, പകരം ഒരു 4-0 ഒരു വിജയമൊക്കെ കരസ്ഥമാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതായിരിക്കും റിയാലിറ്റി എന്നത് നമുക്ക് നോക്കാം. ഇനി പറയാനുള്ളത് ഡിയേഗോ കോച്ചനെ പറ്റിയിട്ടാണ്. അപ്പോൾ ബാസയുടെ ഫ്യൂച്ചർ ഗോൾ കീപ്പറാണ് ഈ ഒരു ഡിയേഗോ കോച്ചൻ. നിലവിൽ ടെർ സ്റ്റെഗൻ കഴിഞ്ഞാൽ ബാസ വാല്യൂ ചെയ്യുന്ന ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിയേഗോ കോച്ചനാണ്. ഇപ്പോൾ ഇനാക്കി പീനിയും അതേപോലെ തന്നെ ആസ്ട്രലാഗൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ബോർഡ് വാല്യൂ ചെയ്യുന്ന പ്ലെയറിൽ ഒരാൾ എന്ന് പറയുന്നത് ഡിയേഗോ കോച്ചൻ എന്നാണ് മുമ്പ് പല റിപ്പോർട്ട്സും പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു താരത്തിൻ്റെ കോൺട്രാക്ട് റിന്യൂവൽ ബാസ വരും ദിവസങ്ങളിൽ കംപ്ലീറ്റ് ആകും. 2028 വരെയുള്ളൊരു കോൺട്രാക്റ്റാണ് പ്ലെയറിന് കൊടുക്കുന്നത്. അപ്പോൾ മിക്കവാറും 2026 അല്ലെങ്കിൽ 27 ആ ഒരു ടൈമിനുള്ളിൽ തന്നെ പ്ലെയർ ഫസ്റ്റ് ടീമിൻ്റെ ലിസ്റ്റിൽ കാണാൻ സാധിക്കും. ചിലപ്പോൾ പ്ലെയർ ഫസ്റ്റ് ടീം ഗോൾ കീപ്പർ ആവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇനാക്കി പീനിയെ നമ്മൾ ബോർഡ് ഇപ്പോൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നെക്സ്റ്റ് സമ്മറിൽ ചിലപ്പോൾ ഇനാക്കി പീനിയുടെ സെയിൽ നടത്തിയിട്ട് ആസ്ട്രലാഗക്കും അതേപോലെ തന്നെ ഈ പറയുന്ന ഡിയേഗോ കോച്ചിന് പ്ലേയിങ് ടൈം കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഡിയേഗോ കോച്ചിനായിരിക്കും ബാസയുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആവാനുള്ള ചാൻസ് ഉള്ളത്. എന്തായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം ആ ഒരു ടൈമിൽ അറിയാൻ സാധിക്കും. എന്തായാലും ഈ ഒരു താരത്തിൻ്റെ കോൺട്രാക്ട് റിന്യൂവൽ ബാസ നടത്തുന്നുണ്ട്. ഇനി പറയാനുള്ളത് ഈ ഒരു ജോനാഥൻ താഹിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ ഒരു താരം ഇപ്പോൾ ബാസയായിട്ട് പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്തു എന്ന രീതിയിലുള്ള ഒരു റൂമേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫെബ്രീസിയോ കൺഫേം ചെയ്തൊരു കാര്യമാണ്. അതായത് ബാസ ആ ഒരു പ്ലെയറായിട്ട് കോൺടാക്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ബയൺ ആണെങ്കിൽ തൊട്ട് പിന്നാലെയുണ്ട് എന്നൊക്കെ. ഇപ്പോൾ ബാസയുടെ പൂളിൽ എല്ലാവർക്കും അറിയാമല്ലോ, ഇത് അത്യാവശ്യം നല്ലൊരു പൂളും കാര്യങ്ങളും ഉള്ളൊരു ക്ലബ്ബാണ് ബാസ. ഫൈനാൻഷ്യലി അത്ര സ്റ്റേബിൾ ആയിട്ടില്ലെങ്കിലും ബാസക്ക് ഒരു പുൾ ഫാക്ടർ ഉണ്ട്. അപ്പോൾ താഹ് എന്ന് പറയുന്ന താരം മിക്കവാറും ബൈൻഡ് ഓഫറൊക്കെ റിജക്റ്റ് ചെയ്തിട്ട് ബാസിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 99% ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നതോടുകൂടി ഇപ്പോൾ വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് നെക്സ്റ്റ് സമ്മറിൽ ബാസയുടെ സെൻറ്റർ ബാക്ക് ലിസ്റ്റിൽ നിന്നും ആരൊക്കെ പോവും? അതായത് ക്രിസ്റ്റ്യൻസൺ പോവോ, അറോഹോ പോവോ, എറിഗാർച്ചി പോവോ, അതേപോലെ തന്നെ ഇനീഗോ മാർട്ടിനസ് പോവോ എന്നൊരു ചോദ്യമുണ്ട്. ഇനീഗോ മാർട്ടിനസിൻ്റെ കണ്ടിന്യൂറ്റി നടക്കാനുള്ള ചാൻസ് ഇപ്പോൾ നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതേസമയത്ത് എറിഗാർച്ചിയുടെ ക്രിസ്റ്റ്യൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. എറിഗാർസിയനെ സെല് ചെയ്യാനുള്ള ചാൻസാണ് മെയിനായിട്ട് കാണുന്നത്. കാരണം എറിഗാർസിക്ക് എന്തായാലും പ്ലേയിങ് ടൈം അത്യാവശ്യമാണ്. സോ പ്ലെയർ എന്തായാലും ഇനീഷ്യേറ്റ് ചെയ്ത് ക്ലബ്ബ് വിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ക്രിസ്റ്റ്യൻസൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റ്യൻസൺ എന്ന് പറയുന്ന താരം ബാസ വിട്ട് പോകാൻ വലിയൊരു താല്പര്യം കാണിക്കത്തില്ല. പക്ഷേ ബാസ ഇപ്പോൾ വേറെ ഓപ്ഷൻസ് ഇല്ല എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ പ്ലെയറിൻ്റെ എക്സിറ്റ് നടത്താനുള്ള ചാൻസ് കാണുന്നുണ്ട്. പിന്നെയുള്ളത് അറൗഹോ ആണ്. റീസെൻ്റായിട്ടൊരു അപ്ഡേറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലെയർ ബാസയുടെ പെർഫോമൻസ് കണ്ടിട്ട് ബാസ ഡീലിന് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് കോൺട്രാക്ട് റിന്യൂവലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബാസ ആ ഒരു കാര്യം കുറച്ചും കൂടി പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ്സാണ് കണ്ടിട്ടുള്ളത്. അതായത് ഇത്രയും നാൾ ബാസ ഈ ഒരു കോൺട്രാക്ട് റിന്യൂവലിന് ഓഫർ കൊടുത്ത ടൈമിൽ ഈ ഒരു അറോഹോയുടെ പെർഫോമൻസ്, പ്രീവിയസ് പെർഫോമൻസോ കാര്യങ്ങളൊന്നും നോക്കാതെയാണ് നമ്മുടെ ബോർഡ് ഒരു കോൺട്രാക്ട് റിന്യൂവൽ ഓഫർ കൊടുത്തത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇനി ഒരു നെഗോസിയേഷനും കാര്യങ്ങളും നടത്തുമ്പോൾ പ്ലെയറിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ടായിരിക്കും തീരുമാനിക്കുക. അതായത് പ്ലെയറിൻ്റെ കണ്ടിന്യൂറ്റി നടത്തണോ വേണ്ടിയോ എന്ന്. ഇനി നടത്താൻ താല്പര്യമില്ല, താഹ് ഉണ്ടല്ലോ എന്നൊരു മൈൻഡ് സെറ്റിലാണെങ്കിൽ ചിലപ്പോൾ ഈ വരുന്ന സമ്മറിൽ വലിയൊരു തുകയ്ക്ക് പ്ലെയറിൻ്റെ സെയിൽ നടത്താനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞൂടാ. ഇതിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. എന്തായാലും താഹ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എറിഗാർസിയും ക്രിസ്റ്റ്യൻസണും പോകാനുള്ള ചാൻസ് ഉണ്ട്. അറോഹോ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഇനീഗോ മാർട്ടിനസ് എന്തായാലും നെക്സ്റ്റ് സീസണും കൂടി കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ബോർഡിനെ എന്തായാലും കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് ഇനീഗോ മാർട്ടിനസിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിൽ ആര് പോകണം? അതായത് എറിഗാർസിയ, ക്രിസ്റ്റ്യൻസൺ, അറോഹോ, ഇനീഗോ മാർട്ടിനസ്, ഇതിൽ ആരാണ് ക്ലബ്ബ് വിട്ട് പോകേണ്ടത് താഹ് വന്നു കഴിഞ്ഞാൽ? അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.